ഇനി നമ്മൾ നോക്കുന്നത് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് വാല്യൂ വേരിയബിൾ ക്യാൻ സ്റ്റോർ. വേരിയബിളിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വാല്യൂ, ഏത് ടൈപ്പ് വാല്യൂ ആണ് വേരിയബിളിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. പ്രിമിറ്റീവും ഉണ്ട്, നോൺ പ്രിമിറ്റീവ് ഉണ്ട്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അതിനെ നമുക്ക് ഒരിക്കലും ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റില്ല. അതാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ബേസിക് ഡാറ്റ ടൈപ്പ് ദാറ്റ് ഹോൾഡ് സിംഗിൾ വാല്യൂ. അതിന്റെ പ്രത്യേകത നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ അതിനകത്ത് എപ്പോഴും പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സിംഗിൾ വാല്യൂവിനെയാണ് അത്, ഒരു ബേസിക് ഡാറ്റ ടൈപ്പ് ആണ്, അത് സിംഗിൾ വാല്യൂവിനെയാണ് അത് ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പൊ അത് 7 ടൈപ്പ് ഉണ്ട്. 7 ടൈപ്പ് ആണുള്ളത്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗിൾ വാല്യൂവിനെയാണ് ഹോൾഡ് ചെയ്യുള്ളൂ. പിന്നെ അതിന്റെ വാല്യൂസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല, ഇമ്മ്യൂട്ടബിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്പർ എന്ന് പറയുന്ന പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിനെ നമുക്ക് നോക്കാം. അപ്പൊ വിച്ച് റെപ്രസെന്റ്സ് ബോത്ത് ഇന്റീജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അത് നമ്പർ എന്ന് പറയുന്നത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇന്റീജറിനെയും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അത് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ്, അതിനകത്ത് ചില സ്പെഷ്യൽ വാല്യൂസ് ലൈക്ക് ഇൻഫിനിറ്റി ആൻഡ് നോട്ട് എ നമ്പർ, അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, നമ്പറിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇൻഫിനിറ്റി പിന്നെ ഇതൊക്കെ സ്പെഷ്യൽ വാല്യൂസ് ആണ്. ഈ സ്പെഷ്യൽ വാല്യൂസ് ആയ ഇൻഫിനിറ്റിയും നോട്ട് എ നമ്പർ, അതും നമ്പർ തന്നെ കാറ്റഗറിയിൽ വന്നതാണ്. അപ്പൊ അത് ബോത്ത് ഇന്റീജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. അതിനകത്ത് സ്പെഷ്യൽ വാല്യൂസ് ലൈക്ക് ഇൻഫിനിറ്റി ആൻഡ് നോട്ട് എ നമ്പറും ഉണ്ട്. പിന്നെ ഏജ് ഈസ്ക്വൽ ടു 25 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് എന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് നമ്പർ ഡാറ്റ ടൈപ്പിലുള്ള ഇതാണ്. കറന്റ് നമ്പർ ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യണത്. ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതും നമ്പർ ഡാറ്റ ടൈപ്പ് ആണ്. പിന്നെ ഇൻഫിനിറ്റി എന്ന് പറയുന്നതും നമ്പർ ഡാറ്റ ടൈപ്പ് ആണ്, നമ്മൾ പഠിച്ചു. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നമ്പർ ഡാറ്റ ടൈപ്പിലുള്ളതാണ്. ഇനി എന്നാന്ന് വെച്ചാൽ സ്ട്രിങ് എന്ന് പറയുന്നത് വിച്ച് റെപ്രസെന്റ്സ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ എ ടെസ്റ്റ്. അതായത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് സിംഗിൾ കൊട്ടേഷൻ മാർക്സ് അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ മാർക്സ് അല്ലെങ്കിൽ ബാക്ക് ടിക്സ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ കൊട്ടേഷൻ മാർക്സ്, ഡബിൾ കൊട്ടേഷൻ മാർക്സ് അല്ലെങ്കിൽ ബാക്ക് ടിക്സ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ലെറ്റ് നെയിം ഈക്വൽ ടു ജോൺ എന്ന് പറയുന്നത് ഡബിൾ കൊട്ടേഷൻ മാർക്കാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ലെറ്റ് നെയിം വൺ ഈക്വൽ ടു ജോൺ എന്ന് പറയുന്നത് സിംഗിൾ കൊട്ടേഷൻ ആണ്. ലെറ്റ് ഗ്രീറ്റിംഗ് ഈക്വൽ ടു ഹലോ ഡോളർ നെയിം എന്ന് പറയുന്നത് എന്താണ്, ബാക്ടിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വാല്യൂ നെയിം എന്ന് പറയുന്ന വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കും, കാരണം ഡൈനാമിക് ആയിട്ടുള്ള വാല്യൂ ആണ്. അത് കാരണമാണ് നമ്മൾ കേളി ബ്രാക്കറ്റിന്റെ ഡോളർ കഴിഞ്ഞിട്ട് ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അപ്പൊ ഈ നെയിം എന്ന് പറയുന്ന വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കും. നെയിം എന്ന് പറഞ്ഞാൽ ജോൺ ആണ്. അപ്പൊ ഇതിനകത്ത് എന്ത് വാല്യൂ ആണോ ആ വാല്യൂ ഇങ്ങനെ മാറ്റണ അനുസരിച്ച് ഇതിനകത്ത് ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കും. അതാണ് ഇങ്ങനെ. അപ്പൊ ഇത് ഡബിൾ കൊട്ടേഷൻ ഉണ്ട്, സിംഗിൾ കൊട്ടേഷൻ ഉണ്ട്, ബാക്ടിക്ക് വെച്ചിട്ട് നമുക്ക് സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ സ്ട്രിങ്ങിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. പിന്നെ ബൂളിയൻ എന്ന് പറയുന്നത് വിച്ച് റെപ്രസെന്റ്സ് എ ലോജിക്കൽ എൻറ്റിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ഓൺലി ഹാവ് ടു, അതൊരു ലോജിക്കൽ എൻറ്റിറ്റി ആണ്. ബൂളിയൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലോജിക്കൽ എൻറ്റിറ്റി ആണ്. അതിനകത്ത് 2 വാല്യൂസേ അതിനകത്ത് പാടുള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അത് ലോജിക്കൽ എൻറ്റിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലെറ്റ് ഈസ് അവൈലബിൾ ഈസ്ക്വൽ ടു ട്രൂ. ഈസ് അവൈലബിൾ എന്ന് പറയുന്നത് ട്രൂ. ലെറ്റ് ഈസ് കംപ്ലീറ്റഡ് ഈസ്ക്വൽ ടു ഫാൾസ്. ഈസ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു.
ലോജിക്കൽ എൻറ്റിറ്റി ആണ്. അതിനകത്ത് രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്, ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പൊ രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്. ലെറ്റ് ഈസ് അവൈലബിൾ ഈസ്ക്വൽ ടു ട്രൂ, ഈസ് കംപ്ലീറ്റഡ് ഈസ്ക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വാല്യൂസ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. Undefined എന്ന് പറയുന്നത് which is a default value provided to the variables that have been declared but not been assigned a value yet. Undefined എന്ന് പറയുന്നത് ഡിഫോൾട്ട് വാല്യൂ വേരിയബിൾസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫോൾട്ട് വാല്യൂ ആണ് അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് ബീൻ അസൈൻഡ് എ വാല്യൂ എറ്റ്. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോ വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആണ്, ഡിഫോൾട്ട് ആയിട്ട് വരുന്ന വാല്യൂ ആണ് അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആണ്, വേരിയബിൾസിന് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആണ് അൺഡിഫൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ലെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഈ വേരിയബിളിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പൊ അതും ഒരു എന്താണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആണ് അൺഡിഫൈൻഡ്. നൾ എന്ന് പറയുന്നത് ഇന്റൻഷണൽ ആബ്സെൻസ് ഓഫ് എ വാല്യൂ, നോ വാല്യൂ ഓർ എംപ്റ്റി, ഒരു വാല്യൂ ഇല്ല അല്ലെങ്കിൽ എംപ്റ്റി ആണ് എന്ന് കാണിക്കും. ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ ഒരു വാല്യൂ ഇല്ല എന്ന് കാണിക്കണയാണ് നൾ എന്ന് പറയുന്നത്. അത് വാല്യൂ ഇല്ല അല്ലെങ്കിൽ എംപ്റ്റി ആണ് എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ മനഃപൂർവ്വം കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് നൾ എന്ന് പറയുന്നത്. വാല്യൂ ഇല്ല അല്ലെങ്കിൽ എംപ്റ്റി ആണ് എന്ന് കാണിക്കാനായിട്ട്. അതാണ് നൾ എന്ന് പറഞ്ഞത്. ലെറ്റ് റെസ്പോൺസ് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാല്യൂ ഇല്ല, എംപ്റ്റി ആണ് അല്ലെങ്കിൽ നോ വാല്യൂ എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ സിമ്പൽ എന്ന് പറയുന്നത് റെപ്രസെന്റ്സ് എ യുണീക്ക് ആൻഡ് ഇമ്മ്യൂട്ടബിൾ ഐഡന്റിഫയർ. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, അതാണ് യുണീക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇമ്മ്യൂട്ടബിൾ ഐഡന്റിഫയർ ആണ്, അതായത് ഇങ്ങനെ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐഡന്റിഫയറിനെയാണ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഐഡന്റിഫയർ ആണ്, യുണീക്ക് ആണ്, അതായത് എപ്പോഴും യുണീക്ക് ആയിട്ടിരിക്കും, അതേപോലെ ഒരിക്കലും വേറെ കാണൂല, അത് യുണീക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, അതാണ് ഇമ്മ്യൂട്ടബിൾ ഐഡന്റിഫയർ എന്ന് പറയും. വിച്ച് ഈസ് ഓഫൻ യൂസ്ഡ് ഫോർ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ്. അതായത് ഒബ്ജക്ട് പ്രോപ്പർട്ടീസ്, കീ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനകത്ത് കീയിനകത്ത് നമ്മൾ എന്താണ് ഈ സിമ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ ടു അവോയ്ഡ് നെയിമിംഗ് കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട്. കാരണം ഓരോ ചിലപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ നെയിമുകൾ സെയിം ആണെങ്കിൽ ഇതിലും അതിനെ യുണീക്ക് ആക്കി വെക്കാനായിട്ട് സിമ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിന് പറ്റും. ഇപ്പൊ എക്സാമ്പിൾ നമ്മള് നെയിമിംഗ് കോൺഫ്ലിക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. കോൺസ്റ്റ് സിം 1 എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് ഐ ഡി എന്ന് പറയുന്നു. പിന്നെ കോൺസിം 2 എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സിമ്പിൾ ഓഫ് ഐ ഡി, ഇത് രണ്ടും സെയിം ആണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് സിം1 ഈക്വൽ ടു ഇക്വാളിറ്റി ഓപ്പറേറ്റർ ആണ് സിം2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 3 ഈക്വൽ ആണ് ഇട്ടേക്കണത്. ആസ് ഷോൺ ഇൻ ദ കോഡ് സിം1 ആൻഡ് സിം2 ഇവൻ ആഫ്റ്റർ ഹാവിംഗ് ദ സെയിം ഡിസ്ക്രിപ്ഷൻ ആണ് ഇതിനകത്ത് രണ്ടെണ്ണത്തിനും ഉള്ളത്, പക്ഷെ വിൽ ഗീവ് ഔട്ട്പുട്ട് ആസ് ഫാൾസ്. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. കാരണം സിമ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഓരോ ഡിസ്ക്രിപ്ഷനും എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ട് മാറ്റുന്നു, അത് ഇമ്മ്യൂട്ടബിൾ ആയി മാറുന്നു. അതാണ് നമ്മൾ സിമ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ബിഗ് ഇന്റ് നീ എന്നാന്ന് വെച്ചാൽ അടുത്തത് എന്ന് പറയുന്നത് ബിഗ് ഇന്റ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എവറി ലാർജ് ഇൻറ്റീജേഴ്സ്, വലിയ ലാർജ് ഇൻറ്റീജേഴ്സിനാണ് നമ്മൾ ഈ ബിഗ് ഇന്റ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് എക്സീഡ് ദ ലിമിറ്റ് ഓഫ് ദി നമ്പർ ഡാറ്റ ടൈപ്പിനകത്ത് അതിന് ലിമിറ്റ്, അതിന്റെ ലിമിറ്റിനേക്കാളും ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന ചില ഇൻറ്റീജേഴ്സ് ഉണ്ടാവും, വെരി ലാർജ് അങ്ങനത്തെ വെരി ലാർജ് ഇൻറ്റീജേഴ്സിനെയാണ് നമ്മൾ ബിഗിൻഡ്, അതിന് വേണ്ടിയാണ് നമ്മൾ ബിഗിൻഡ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പൊ നമ്പർ ഡാറ്റ ടൈപ്പിന്റെ ലിമിറ്റിനെ എക്സീഡ് ചെയ്യുന്ന ഏത് ലാർജ് ഇന്റീജേഴ്സിനും വേണ്ടിയാണ് എല്ലാ ലാർജ് ഇന്റീജേഴ്സിനും വേണ്ടിയാണ് നമ്മൾ ബിഗിന്റെ യൂസ് ചെയ്യുന്നത്. ബിഗിന്റെ വാല്യൂസ് ആർ ക്രിയേറ്റഡ് ബൈ appending n to the end of an integer. ഇന്റീജറിന്റെ എന്റിനകത്ത് n എന്ന് പറയുന്ന n അപ്പൻഡ് ചെയ്തിട്ടാണ് ബിഗിന്റെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇന്റീജറിന്റെ എന്റിനകത്ത് n അപ്പൻഡ് ചെയ്തിട്ടാണ് ബിഗിന്റെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. n അപ്പൻഡ് ചെയ്തിട്ടാണ് n എന്ന് പറയുന്നത് ഇന്റീജറിന്റെ എന്റിനകത്ത് n അപ്പൻഡ് ചെയ്തിട്ടാണ് ബിഗിന്റെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലെറ്റ് ബിഗ് നമ്പർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് n എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. കാരണം അതിന് n അപ്പൻഡ് ചെയ്താലാണ് അത് ബിഗിന്റെ വാല്യൂസിനെ നമ്മൾ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനത്തെ ഏഴെണ്ണമാണ് നമ്മുടെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് നമുക്ക് നോക്കാം. നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അതിനകത്ത് ഒരു വാല്യൂ അല്ല. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവിനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂസോ അല്ലെങ്കിൽ റെഫറൻസസോ ഹോൾഡ് ചെയ്യുന്നു. അത് കാരണം ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എത്ര ടൈപ്പ് ഉണ്ട്? നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർസ്. കീ വാല്യൂ പെയർസിന്റെ ഒരു കളക്ഷൻ ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സിനകത്ത് ചിലപ്പോ വേറെ ഒരു ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. എന്തൊക്കെയാ കണ്ടെയ്ൻ ചെയ്യണം? ചിലപ്പോൾ വേറെ ഒബ്ജക്റ്റ് ആയിരിക്കും, ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ വേറെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവാം. ചിലപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഫങ്ഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ആ ഒബ്ജക്റ്റിനകത്ത് വേറെ ഡാറ്റ ടൈപ്പിലുള്ള കുറെ ഉണ്ടാവാം. അപ്പൊ ഇതാണ് ഒബ്ജക്ട്സിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പൊ അതൊരു കീ വാല്യൂ പെയർസ് ആണ്. കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നാന്ന് വെച്ചാൽ പിന്നെ ലെറ്റ് പേഴ്സൺ ഈക്വൽ ടു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നെയിം എന്ന് പറയുന്നത് ജോൺ, ഏജ് 30, ഈ സ്റ്റുഡന്റ് ഫാൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ആണ്. അപ്പൊ അത് നെയിം എന്ന് പറഞ്ഞ ഇതിനകത്ത് ഇത് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഏജ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ, ഇതാണ് നമ്പർ ആണ്. ഏത് ഡാറ്റ ടൈപ്പിലെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യും. പിന്നെ ഈ സ്റ്റുഡന്റ് എന്ന് വെച്ചാൽ ബൂളിയൻ ആണ്, അതും സ്റ്റോർ ചെയ്യും. അപ്പൊ പല ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ഇതാണ്. പിന്നെ കീ വാല്യൂ പെയർസിന്റെ കളക്ഷൻ ആണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അറേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ ലിസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ, ലിസ്റ്റ് പോലെ ഇരിക്കും. യൂസ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ്, ഓർഡേർഡ് ഫാഷനിൽ മൾട്ടിപ്പിൾ വാല്യൂസിനെ അത് സ്റ്റോർ ചെയ്യുന്നു. അത് അറേസ് എന്ന് പറയുന്നത് 0 ഇൻഡെക്സ്, 0 വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലിസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അത് മൾട്ടിപ്പിൾ വാല്യൂസിനെ ഓർഡേർഡ് ഫാഷനിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ 0 ഇൻഡെക്സ്ഡ് ആയിരിക്കും. in an order function. Arrays in JavaScript എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇൻഡെക്സ്ഡ് ആണ്. ലെറ്റ് ഫ്രൂട്ട്സ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂസ് ഓർഡേർഡ് ഫാഷനകത്ത് സ്റ്റോർ ചെയ്യുന്നു. 0 ഇൻഡെക്സ്ഡ് ആണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് എ ബ്ലോക്ക് ഓഫ് അപ്പൊ അറേസ് ആണ് നമ്മൾ പഠിച്ചത്. ഇത് 0 ഇൻഡെക്സ്ഡ് ആണ്. ഇനി ഏതാന്ന് വെച്ചാൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് എ ബ്ലോക്ക് ഓഫ് റീയൂസബിൾ കോഡ്. അതായത് നമുക്ക് ഒന്നും കൂടി നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഇങ്ങനെ കോഡ് എഴുതൂലേ, അപ്പൊ അതിന് പകരം നമ്മൾ എന്നാന്ന് വെച്ച് ഒരു കോഡ് തന്നെ പല പ്രാവശ്യം എഴുതണേന് പകരം നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിനെ നമുക്ക് പിന്നെയും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് റീയൂസബിൾ കോഡ്. റീയൂസബിൾ ആയിട്ടുള്ള കോഡിന്റെ ബ്ലോക്ക് ആണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ജാവാസ്ക്രിപ്റ്റിനകത്താണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഫംഗ്ഷനെ നമ്മൾ എന്താണ് ജാവാസ്ക്രിപ്റ്റിനകത്ത് ഫംഗ്ഷനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഒബ്ജക്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്യാൻ ബി അസൈൻ ടു വേരിയബിൾസ്. നമുക്ക് ആ ഫംഗ്ഷനെ നമുക്ക് വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യാം. നമുക്ക് ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും.
അല്ലെങ്കിൽ വേറെ ഒരു ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ജാവാസ്ക്രിപ്റ്റിനെ ഫംഗ്ഷന് ഒബ്ജക്ട്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റും, ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യാം, വേറെ ഒരു ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഫംഗ്ഷൻ ഗ്രീറ്റ് ഓഫ് നെയിം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ റിട്ടേൺ ഹലോ ഡോളർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ നമ്മൾ റിട്ടേൺ ചെയ്യുവാണ്. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ 3 ടൈപ്പാണ് നമ്മൾ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്.